ഹായ് ഓൾ, വെൽക്കം ടു ബിനസ് ഇന്ത്യ ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മളുടെ തേർഡ് ക്ലാസ് അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 6 വേർഡ്സ് എന്ന് പറയുന്നത് ആദ്യം തന്നെ കയറുക. കയറുക എന്ന് പറയാം, ഇറങ്ങുക എന്നും പറയാം അല്ലേ. കയറുക എന്ന് പറയുന്നതിനെ ചടുനാന്നും ഇറങ്ങുക എന്ന് പറയുന്നതിനെ ഉത്തർന എന്നുമാണ്. ഇപ്പം നമ്മൾ ബസ്സിലൊക്കെ പറയില്ലേ വേഗം കയറൂ എന്ന് പറയത്തില്ലേ, അവിടെ വേഗം കയറൂ ഏത് സൗണ്ടാണ്? ഓ സൗണ്ട് അല്ലേ. ജൽദി ചടോ, ജൽദി ചടോ, ചടുനയുടെ ഓ സൗണ്ട്. വേഗം കയറണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഹേ കൂട്ടണം, അത്രേ ഉള്ളൂ അല്ലേ. ജൽദി ചടുന ഹേ. ബസ് വരുമ്പോൾ അല്ലെങ്കിൽ ട്രെയിൻ വരുമ്പോൾ വേഗം കയറണം എന്ന് പറയത്തില്ലേ, ആ ഒരു സിറ്റുവേഷനിൽ ചടുന ഹേ എന്നാണ് പറയേണ്ടത് കേട്ടോ. അപ്പോൾ ചടുന എന്ന് പറഞ്ഞാൽ കയറുക, ഇറങ്ങുക എന്ന് പറയുന്നതോ ഉത്തർന. ഓക്കെ, ജൽദി ഉത്തരോ, ജൽദി ഉത്തരോ എന്ന് പറഞ്ഞാൽ വേഗം ഇറങ്ങൂ എന്ന് പറയുന്നതാണ്. ഇനി അതുപോലെ നടക്കുക എന്ന് പറയുന്നതിനെ ചലന എന്നാണ്. ഇപ്പോൾ ജൽദി ചലോ എന്ന് പറയുന്നത് വേഗം നടക്കൂ എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി വീഴുക, നടക്കുന്ന സമയത്ത് വീഴുക അല്ലേ, വീഴുന്നതിനെ പറയുന്നത് ഗിർന എന്നാണ്. ഗിർന എങ്ങനെ വീഴാം? വഴുക്കി വീഴാം അല്ലേ. അപ്പോൾ അവിടെ വഴുതുക അല്ലെങ്കിൽ വഴുക്കുക എന്ന് പറയുന്നത് ഫിസൽന എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ വഴുക്കി വീണു എന്ന് പറയാനാണെങ്കിൽ മേ ഫിസൽ കർ ഗിർ ഗയ. ഇവിടെ ഒരു രൂപം കൂടി കണ്ടോട്ടോ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 2 രൂപം കണ്ടു. ഓ സൗണ്ടും അതുപോലെ തന്നെ ചെയ്യൂ, പറയൂ, പോകൂ എന്നൊക്കെ പറയാൻ ഓ സൗണ്ട് കൂട്ടിയാൽ മതി അല്ലേ, ആ വെർബിൻ്റെ കൂടെ ഓ സൗണ്ട്. അതുപോലെ തന്നെ ചെയ്യണം, പറയണം, പോകണം, വരണം, ആ നം നം എന്ന് പറയാനായിട്ട് ഈ വെർബിൻ്റെ കൂടെ ഹേ കൂട്ടിയാൽ മതി അല്ലേ. ഇപ്പം ഞാൻ എന്താ പറഞ്ഞത്? വഴുക്കിയിട്ട് അല്ലേ, വഴുക്കിയിട്ടാണ് വീണത്. അവിടെ വഴുക്കിയിട്ട്, പോയിട്ട്, വന്നിട്ട്, കഴിച്ചിട്ട്, ചെയ്തിട്ട് എന്നൊക്കെ പറയാനായിട്ട് കർ രൂപമാണ് നമ്മൾ പ്രയോഗിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഞാൻ നമ്മുടെ സീരീസിൽ ലോങ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഷോർട്ട് സീരീസിൽ വേർഡ്സിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. എന്നാൽ പോലും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ എളുപ്പം ഒന്ന് മനസ്സിലാക്കി തരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ വഴുക്കിയിട്ട് എന്നല്ല പറഞ്ഞത്, അവിടെ ഫിസൽക്കർ, ഫിസൽക്കർ അല്ലെങ്കിൽ ഫിസൽക്കെ എങ്ങനെയും പറയാം കേട്ടോ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. അതല്ലെങ്കിൽ പോയിട്ട് ജാക്കർ, വന്നിട്ട് ആക്കർ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ മേ ഫിസൽക്കർ ഗിർഗയ എന്ന് പറഞ്ഞാൽ ഞാൻ വഴുക്കി വീണു എന്ന് പറയുന്നതാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ 6 വേർഡ്സ് എന്നും പറഞ്ഞപ്പോൾ തന്നെ ആരെങ്കിലും ഹിന്ദി സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ, യൂട്യൂബ് ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു 30 ഡേയ്സ് ക്ലാസ് റണ്ണിങ് ആണ്. അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ 15 റുപ്പീസിൻ്റെ സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി കേട്ടോ. ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ.